പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 30 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് കരങ്ങൾ ഉയർത്തി ആ കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവത്തിന് കരമുയർത്തി പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം. അങ്ങ് എന്നെ എഴുന്നേൽപ്പിച്ചത് അതിനായിട്ട് സ്തോത്രം. അങ്ങ് എന്നെ ആരോഗ്യത്തോടെ സൂക്ഷിച്ചത് അതിനായിട്ട് സ്തോത്രം. ആയുസ് തന്നത് അങ്ങാകുന്നു അതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ എന്നെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി പറ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും വ്യാപരിച്ച ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ആത്മനിറവ് തന്നതിനായിട്ട് സ്തോത്രം. വചനം വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. വി വാണ്ട് ടു സേ താങ്ക് യു. അങ്ങ് 3 ദിവസവും അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഈ 30 പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, കർത്താവേ, ഈ 9 മാസക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തി. അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും വ്യസനങ്ങളിൽ നിന്നും ഒക്കെയും കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. അങ്ങയുടെ മഹാകൃപ ഈ 9 മാസക്കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ, അതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 9 മാസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 143 സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യം. രാവിലെ കർത്താവിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം കർത്താവിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവിൻ്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. 10 വാക്യം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ ദൈവമാകുന്നുവല്ലോ. കർത്താവിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭവനത്തിലിരുന്ന സകലരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നല്ലോ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ആ ഭവനങ്ങൾ ആത്മശക്തിയാൽ നിറയട്ടെ. അവിടെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്ട്രോക്ക് വന്ന് ആമേൻ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ സൗഖ്യമായി പുറത്തു വരട്ടെ. ആമേൻ. ആ ബ്ലീഡിങ്ങുകൾ സ്റ്റോപ്പ് ആകട്ടെ. ആ ക്ലോട്ടുകൾ മാറിപ്പോകട്ടെ. ആ ബലഹീനതകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യമാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക, എഴുന്നേൽക്കുക, വീണ്ടും പഴയ പോലെ കാര്യങ്ങൾ ചെയ്യുക. അതിന് തക്ക രീതിയിൽ ദൈവിക ഇടപെടൽ, ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ബലഹീനതകൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നിൽക്കട്ടെ. ഞങ്ങളവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ, ഈ പ്രഭാതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ, ഈ ട്യൂസ്ഡേ ഒരു മിറക്കിൾ ട്യൂസ്ഡേ ആയി മാറട്ടെ. പേപ്പറുകൾ അപ്രൂവൽ ആകട്ടെ.
ആകട്ടെ, വീസകൾ അപ്രൂവൽ ആകട്ടെ, ഡോക്യുമെൻറ്റുകൾ അപ്രൂവൽ ആകട്ടെ. ഹല്ലേലൂയ. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന പേപ്പറുകളിലൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഈ ട്യൂസ്ഡേ നടക്കുന്നതിനായി, ചൊവ്വാഴ്ച നടക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ അത്ഭുത പ്രവൃത്തി ആമേൻ ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനും വിശ്വസ്തനുമായ കർത്താവാകിയാൽ സ്തോത്രം, വാക്കുമാറാത്ത ദൈവമാകിയാൽ സ്തോത്രം, അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിച്ചു. അതിനായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഇനി നമുക്ക് നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 രാത്രിയിൽ ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഞങ്ങളെ അറിയിച്ചാൽ നമുക്ക് ആ ഓൺലൈൻ മീറ്റിങ്ങിൽ ഒന്നിച്ച് അത് ഷെയർ ചെയ്യുവാനും കർത്താവിന് സ്തോത്രം ചെയ്യാനും കഴിയും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഈ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യം. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം യേശുവിനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് പ്രഭാതത്തിൽ കഴിഞ്ഞ 3 ദിവസം കേട്ട മെസ്സേജിൻ്റെ ഒരു ക്യാപ്സൂൾ നമുക്ക് വീണ്ടും കേൾക്കണം. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശു ഈ ഭൂമിയിൽ ദൈവപുത്രനായിട്ടാണ് വന്നത്. ദൈവപുത്രനാകുന്നു അവൻ. അവൻ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തതാണ് യേശു എന്ന് പറയുന്നത്. എന്നാൽ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ദൈവത്വത്തെ മാറ്റി വെച്ചിട്ടാണ് യേശു ഇറങ്ങി വരുന്നത്. താൻ എല്ലാം മാറ്റിവെച്ച് പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. കാരണം പൂർണ്ണ മനുഷ്യനായിട്ട് വന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമാകുവാൻ കഴിയുള്ളൂ. അപ്പോൾ പൂർണ്ണ മനുഷ്യനായി ഇറങ്ങി വന്ന യേശു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. യേശു പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. അപ്പം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശു 12-ാമത്തെ വയസ്സിൽ യേശു മാതാപിതാക്കളുടെ ആലയത്തിൽ പോയിട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശുവിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്ന ഭാഗങ്ങളൊക്കെ ഈ 30-ാമത്തെ വയസ്സ് മുതൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 40 ദിവസം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ സൂപ്പർ നാച്ചുറൽ എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ആരംഭിക്കുന്നത് ജോർദാനിൽ യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ദൈവപുത്രനായവന് ഈ ആത്മശക്തി ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ താൻ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ഈ ആത്മശക്തി ആവശ്യമായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ സീക്രട്ടാണ് പറയുന്നത്. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ടാണ് നന്മ ചെയ്തതും പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയതുമെന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും നമുക്ക് കൃത്യമായി പറഞ്ഞു തരുമ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മളും ആഗ്രഹിക്കണം ഈ ആത്മശക്തിയിൽ നിറയുവാൻ. പരിശുദ്ധാത്മാവിന് ഏത് എക്സ്റ്റെൻഡ് വരെയും ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയും. ഏതു മനുഷ്യനെയും ഏത് ലെവൽ വരെയും കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഏതു മനുഷ്യനെയും സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇപ്പം നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ലോകത്തിൻ്റെ ഏതറ്റത്തു നിന്നും ഒരാളെ കൊണ്ടുവന്ന് നിങ്ങളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ എത്ര ബലഹീനനാന്ന് പറഞ്ഞാലും, എത്ര കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും, ഒന്നും അറിയാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും, അവൻ്റെ മേൽ ആത്മശക്തി വ്യാപരിക്കുമ്പോൾ അവൻ ഒരു അത്ഭുതമായി മാറും. ഇന്ന് ഈ പ്രഭാതി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞെ ദൈവ പൈതലേ, നമ്മൾ ആഗ്രഹിക്കണം ആത്മാവിൻ്റെ ശക്തിയിൽ ജീവിപ്പാൻ. നമുക്ക് ആത്മാവിൻ്റെ ശക്തിയെ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് കണ്ടില്ല. നമ്മളെല്ലാം അല്പം പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ അന്യഭാഷകളിൽ സംസാരിക്കുവാനും ഒക്കെ ആയിട്ട് ആത്മശക്തിയെ ചുരുക്കിയെടുത്തപ്പോൾ അങ്ങനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെയും അപ്പുറത്ത് അസാധാരണമായ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ, അസാധാരണമായ നിലയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾ ഒക്കെ ചെയ്യുവാൻ. അതുമാത്രമല്ല, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ നമ്മൾ അത്ഭുതമായി മാറുവാൻ. ഒരുപക്ഷെ നമ്മൾ സെക്കുലർ ജോബ് ചെയ്യുന്നവരാകാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളാകാം, ശുശ്രൂഷ
ശുശ്രൂഷകന്മാരാകാം, എന്തുമാകട്ടെ. പരിശുദ്ധാത്മാവ് വന്നത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശിമാർക്ക് വേണ്ടി മാത്രമല്ല, പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും വന്നു. അവൻ ഇന്ന് ചോദിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിൻ്റെ നിറവ് വരിക. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ എവിടെയാണോ അവിടെ നിങ്ങളെ ഒരു മിറക്കിളാക്കാൻ. നിങ്ങൾ നേഴ്സാകാം, നിങ്ങൾ ഡോക്ടറാകാം, നിങ്ങൾ എഞ്ചിനീയർ ആകാം, നിങ്ങളൊരു ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമാറ്റ്, ആരുമായിക്കോട്ടെ, നിങ്ങളെ ഒരത്ഭുതമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവെന്ന ഗിഫ്റ്റ് യേശുവ നമുക്ക് തന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ യൂസ് ദാറ്റ് ഗിഫ്റ്റ്, ഉപയോഗിക്കണം. ആമേൻ. ആ വിസ്ഡത്തെ നിങ്ങൾ ഉപയോഗിക്കണം, ആ റെവലേഷനെ നിങ്ങൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മൾ ദൈവാത്മാവുമായിട്ട് ആലോചന ചോദിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു, പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രത്യാശ തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് വെളിപ്പാടുകളെ തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമുക്ക് ഗൈഡൻസുകളെ തരുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ എംപവർ ചെയ്യുന്നത്. ആമേൻ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത്ഭുതമാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അത്ഭുതമാകാൻ കഴിയും, ജോലിയിൽ അത്ഭുതമാകാൻ കഴിയും, ശുശ്രൂഷകളിൽ അത്ഭുതമാകാൻ കഴിയും. അതിനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ അങ്ങനെ എംപവർ ചെയ്യണം, അങ്ങനെ അത്ഭുതമാക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായി. അതുപോലെ ഞാനും യേശുവിൻ്റെ നാമത്തിൽ പലർക്കും ഒരു അത്ഭുതമാകട്ടെ. ഞാൻ ആയിരിക്കുന്ന ഫീൽഡിൽ ഒരു മിറക്കിളായി മാറട്ടെ. ഞാൻ ആയിരിക്കുന്ന ഫീൽഡിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു മിറക്കിളായി മാറട്ടെ. അത് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു അത്ഭുതമാക്കി തീർക്കും കേട്ടോ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ മേലും ആത്മശക്തി വ്യാപരിക്കട്ടെ. ഇവരൊരു മിറക്കിളായി മാറട്ടെ, ഇവരൊരു മിറക്കിളായി മാറട്ടെ. കർത്താവേ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു മിറക്കിളായി മാറട്ടെ, ഇവരുടെ കുടുംബജീവിതം ഒരു മിറക്കിളായി മാറട്ടെ, ഇവരുടെ ജോലി ഒരു മിറക്കിളായി മാറട്ടെ, ഇവരുടെ ബിസിനസ് ഒരു മിറക്കിളായി മാറട്ടെ, ഇവരുടെ ശുശ്രൂഷകൾ ഒരു മിറക്കിളായി മാറട്ടെ. അസാധ്യമെന്ന് മനുഷ്യൻ പറഞ്ഞതിന് സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മശക്തി ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഇവരൊരു മിറക്കിളായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.